എറണാകുളത്തിൻ്റെ വികസനം, കൊച്ചിയുടെ വികസനം ഇങ്ങനെയൊക്കെ മതിയോ അല്ലേ? വോട്ടർമാർ ചോദിക്കുന്നത് അതാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അല്ലേ, അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതിന് പോലും പരിഹാരം കാണാൻ മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടിക്ക്, BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനെ ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. BJPയുടെ ഒരു വൻ മുന്നേറ്റം പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യം കേരളത്തിൽ ഉടനീളം വയ്ക്കുന്നൊരു മുദ്രാവാക്യമുണ്ട്. അത് വികസിത കേരളം എന്നുള്ളൊരു മുദ്രാവാക്യമാണ്. ആ വികസിത കേരളം എന്ന് പറയുമ്പോൾ ഒരു അഴിമതിയില്ലാത്ത ഒരു ഭരണം, എല്ലാവരോടും തുല്യനീതിയുള്ളൊരു ഭരണം, അടിസ്ഥാന വികസന മേഖലകളിൽ തദ്ദേശീയമായിട്ടുള്ള ഒരു വലിയ വളർച്ച വിഭാവനം ചെയ്യുന്ന ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കൊച്ചിയിലെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് 2-3 കൂടിക്കാഴ്ചകൾ, അത് വികസിത കൊച്ചി എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പല പല നിർദ്ദേശങ്ങളും ആണ് ഞങ്ങളുടെ ഇത്തവണത്തെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കൊച്ചി നഗരം 1967 ഇപ്പോൾ ഏതാണ്ട് 58 വർഷമായി. ഓരോ തെരഞ്ഞെടുപ്പിലും ഈ പ്രകടന പത്രികകളിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ഈ ഭരണസമിതിക്കാരുടെ നോക്കിയാൽ അതിൽ കൊതുക് നിവാരണത്തെപ്പറ്റി കാണാം, ഇവിടുത്തെ റോഡുകളുടെ വികസനത്തെപ്പറ്റി കാണാം, ഇവിടുത്തെ അടിസ്ഥാനമായിട്ടുള്ള വീടുകളില്ലാത്തവരുടെ പ്രശ്നങ്ങളെപ്പറ്റി കാണാം. അങ്ങനെ ഈ നഗരത്തിലെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും വീണ്ടും വീണ്ടും അച്ചടിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ സാധനം മാറുക. അപ്പോൾ അതാണ് BJPയുടെ മാറ്റം. BJP പറയുന്ന വളരെ അഭിമാനപൂർവ്വം പറയുന്നത്, നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അറിയാം. വാങ്ങിച്ച പണത്തിൻ്റെ നികുതി അല്ലെ പലിശ പോലും കൊടുക്കാനായിട്ടില്ലാത്ത അവസ്ഥയിൽ കൊച്ചിൻ കോർപ്പറേഷന് ഏതാണ്ട് ഒരു 300 കോടിയോളം രൂപ നികുതി ഇനത്തിൽ പിരിച്ചെടുക്കാവുന്ന അവസ്ഥയിൽ എത്രമാത്രം അവർ പിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും നടക്കുന്നില്ല. ഈ ഇപ്പോൾ എൻ്റെ തൊട്ട് മുമ്പായിട്ട് സംസാരിച്ച കോൺഗ്രസിൻ്റെ എൻ്റെ സുഹൃത്ത് മിനിമോൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. എറണാകുളം മാർക്കറ്റ് എന്ന് പറയും, അല്ലെ CSML എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള മറ്റ് റെയിൽവേയുടെ ഉൾപ്പെടെയുള്ള വികസനം. നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ നഗരപരിധിക്കുള്ളിൽ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഒരു വലിയ നഗരപരിധിയാണ്. ഇന്ത്യയുടെ പരിച്ഛേദമാണ് കൊച്ചി. ഇവിടെ ഗുജറാത്തികൾ, രാജസ്ഥാനികൾ, സിഖുകൾ, അങ്ങനെ മുഴുവൻ സംസ്കാരങ്ങളും ഉള്ളവരാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ വലിയ കാഴ്ചപ്പാടിന് കൊച്ചി കൊടുത്തൊരു സമ്മാനമാണ് ഈ സ്മാർട്ട് സിറ്റി എന്നുള്ളൊരു പദവി. നിരവധി തവണ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷ വയ്ക്കുകയായിരുന്നു. അപ്പോൾ അത്തരം ഒരു പരിപാടിയിൽ ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് പോലും അതിൻ്റെ ടോട്ടൽ 1200 കോടി രൂപയോളമൊക്കെ വരുമ്പോൾ, അതിൻ്റെ വരുമാനം പ്രതീക്ഷിക്കുമ്പോൾ 1400 കോടിയിലധികം കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത്. ഇവിടെ നടന്ന മുഴുവൻ വികസനങ്ങളും, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള എറണാകുളം മാർക്കറ്റ് 72 കോടി, തുരുത്തിയിലെ ഫ്ലാറ്റിന് 33 കോടി, ഇവിടുത്തെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക്, ഇതൊന്നും കൂടാതെ നമുക്കറിയാം 500 കോടിയോളമാണ് റെയിൽവേ വികസനത്തിന് മാത്രമായിട്ട് എറണാകുളം നഗരത്തിന് തന്നിട്ടുള്ളത്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ദേശീയപാതയുടെ 6000 കോടിയെ പറ്റി ഞാൻ പറയുന്നില്ല. അങ്ങനെ സമഗ്ര മേഖലകളിലും ഇവിടെ നടത്തിയിട്ടുള്ളത് വികസനത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ, അമൃത് പദ്ധതി ആയാലും സ്വച്ഛ ഭാരത് മിഷൻ ആയാലും ബ്രഹ്മപുരത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കേന്ദ്ര ഫണ്ടാണ്. തനത് ഫണ്ട് ഉപയോഗിച്ച് എത്ര കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ പറയുന്ന നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ട. ഈ മിനിമോളുടെ ജില്ലാ അധ്യക്ഷനുണ്ട് മുഹമ്മദ് റിയാസ്, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടക്കുകയുണ്ടായി. ഒരു 2 മാസം മുമ്പാണ്. ആ പത്രസമ്മേളനത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം BJP പറഞ്ഞ് നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട. അതുകൊണ്ട് ഞാൻ പറയാം, ഓരോ കാര്യങ്ങൾ ഈ ഫണ്ടുകൾ മുഴുവന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണെന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധരായിട്ടുള്ള കൊച്ചിയിലെ ജനങ്ങൾ അത് വിലയിരുത്തും.
അതിനുള്ള ശേഷിയില്ല. അഴിമതി കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു അഴിമതി പോലും ഇല്ലാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി ഒരു വികസിത കൊച്ചി. ഇവിടെ നമുക്ക് നല്ല റോഡുകൾ വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, നല്ല കുടിവെള്ള പദ്ധതികൾ വേണം. ഇതൊക്കെ അഴിമതി ഇല്ലാതെ നടപ്പിലാക്കുന്നതിന് വേണ്ടി BJP മുന്നോട്ട് വരും. അതാണ് ഈ വികസിത കൊച്ചി എന്നുള്ള നമ്മളുടെ കാഴ്ചപ്പാട്. ഈ രണ്ട് മുന്നണികളും ഒരു സഖ്യത്തിൻ്റെ രണ്ട് കക്ഷികൾ മാത്രമാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ രണ്ട് കക്ഷികൾ മാത്രമാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ ചിന്തിക്കുന്ന ഈ ആളുകൾ പല കാര്യങ്ങളും ചിന്തിക്കും. കേരളത്തിലെ ഈ സഹകരണ ബാങ്ക് തൊട്ട് കൊള്ളയടിച്ച് എന്താണ് നമ്മൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ ചെല്ലുന്ന നമ്മളുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശബരിമലയുടെ ആ കട്ടിളപ്പാളി പോലും കട്ടുകൊണ്ട് പോകുന്ന നേതാക്കന്മാരുള്ളൊരു സംസ്ഥാനമായി എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? എത്രയോ ഈ മണ്ഡലകാലത്ത് നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുമ്പോൾ, ഈ തിരുനടയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ ഈ കേരളത്തിൻ്റെ MLA ആയിരുന്ന ഒരാൾ, കേരളത്തിലെ വലിയ നേതാവായിരുന്ന വാസു ഉൾപ്പെടെയുള്ള ആളുകൾ ആ പത്മകുമാറിനെ പിടിച്ചപ്പോൾ പത്മകുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുറേ മുകളിലുള്ള കുറേ ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതൊക്കെ കേരളത്തിലെ കൊച്ചിയിലെ ജനങ്ങൾ വരും. ഈ കട്ടിളപ്പാളിയും ഭഗവാനെ ഉൾപ്പെടെ കട്ടുമുടിച്ച ആളുകൾക്കുള്ള മറുപടിയായിരിക്കും. അതേ നാണയത്തിൻ്റെ മറുവശമായിട്ടുള്ള UDFനുള്ള ഒരു തിരിച്ചടിയുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നാണ് BJP വിശ്വസിക്കുന്നത്.